ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഇന്നത്തെ വിചിന്തനത്തിനായി തിരുസഭ മാതാവ് നൽകിയിരിക്കുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിലെ 4 പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. പുറപ്പാടിന്റെ പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ, എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നും 34-ാം അധ്യായം 20 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ, എഫെസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 7 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം 15 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ ഗ്രന്ഥത്തിലെ ഈ 4 ഭാഗങ്ങളും ഏറെ പ്രധാനപ്പെട്ടതും പരസ്പരം പൊരുത്തമുള്ളവയുമാണ്. പുറപ്പാടിന്റെ പുസ്തകത്തിലെ 3-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ ദൈവം പ്രവാചകനായ മോശയെ വിളിക്കുന്നതും മോശയുടെ വിളി ഇസ്രായേൽ ജനത്തിന്റെ രോദനത്തിന്റെ പ്രത്യുത്തരമായിരുന്നു. ഇസ്രായേൽ ജനത്തെ നയിക്കുവാനായി ദൈവം മോശയെ പ്രത്യേകം നിയോഗിക്കുമ്പോൾ മോശ ദൈവത്തോട് ഇപ്രകാരം പ്രത്യുത്തരിക്കുന്നു: എനിക്ക് ആ വലിയ ജനത്തെ നയിക്കുവാനായി ശക്തിയില്ല, ഞാൻ തീരെ ദുർബലനാണ്. അവിടെ ദൈവം പറയുക, ഞാൻ നിന്നോടുകൂടെ ഉണ്ടായിരിക്കും, ഞാൻ നിന്നെ ശക്തിപ്പെടുത്തും. ഈ വചനമാണ് പ്രവാചകനായ മോശയെ ഇസ്രായേൽ ജനത്തെ നയിക്കുവാനായി ബലപ്പെടുത്തിയതും ശക്തിപ്പെടുത്തിയതും. വീണ്ടും നാം യോഹന്നാന്റെ സുവിശേഷത്തിൽ 21-ാം അധ്യായം 15 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ കണ്ടെത്തുക, യോഹന്നാന്റെ പുത്രനായ ശിമയോനെ സഭയുടെ അധികാരിയാക്കുവാനായി യേശു ആഗ്രഹിച്ചുകൊണ്ട് യോഹന്നാനെ സമീപിക്കുന്ന സാഹചര്യമാണ്. 3 പ്രാവശ്യം ശിമയോന്റെ പുത്രനായ യോഹന്നാനോട് ചോദിക്കുന്നു: ശിമയോന്റെ പുത്രനായ യോഹന്നാനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന്. മാനുഷിക രീതിയിൽ അദ്ദേഹം പ്രത്യുത്തരിച്ചു: ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നിനക്കറിയാമല്ലോ. വീണ്ടും 2ഉം 3ഉം പ്രാവശ്യം ചോദ്യമുയർന്നപ്പോൾ ഇത് തന്നെ പ്രത്യുത്തരിച്ചു. ഒരു ദൗത്യം നമ്മെ ഏൽപ്പിക്കുമ്പോൾ യേശു ആ വ്യക്തിയിൽ ആ ദൗത്യത്തിന്റെ ഉത്തരവാദിത്വവും ദൈർഘ്യവും ആഴവും വ്യാപ്തിയും ഒക്കെ മനസ്സിലാക്കുവാൻ വേണ്ടിയായിട്ടായിരിക്കണം നീ എന്നെ സ്നേഹിക്കുന്നുവോ, നീ എന്നെ സ്നേഹിക്കുന്നുവോ, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് 3 പ്രാവശ്യം ചോദിച്ചത്. പലപ്പോഴും പല സാഹചര്യത്തിലും നാം ചിലർക്കൊക്കെ ഉത്തരം കൊടുക്കാറുണ്ട്: നിങ്ങൾ ചോദിച്ചത് ഞാൻ കേട്ടില്ല, ഞാൻ ശരിക്കും ശ്രവിച്ചില്ല എന്നൊക്കെ. ഒരുപക്ഷെ ഇതിനൊരു വലിയ ഉത്തരമായിട്ടായിരിക്കാം ഈശോ നമ്മുടെ മുൻപിൽ പത്രോസിനോട് ഇപ്രകാരം ചോദിച്ചുകൊണ്ട് നിൽക്കുക. സഭാ ജീവിതത്തില് ഇന്ന് വലിയ വെല്ലുവിളികൾ നേരിടുമ്പോൾ, നാം ദുർബലരായ ക്രൈസ്തവ മക്കളെ കരുപിടിപ്പിക്കുമ്പോൾ, ഇവിടെ ശിമിയോൻ പത്രോസ് നൽകിയ ഉത്തരമാണ് നമുക്കും നൽകുവാനുള്ളത്. സാഹചര്യങ്ങൾ നമ്മെ ദുർബലപ്പെടുത്തുമ്പോൾ ഓടിയകലാതെ ക്രിസ്തുവിനു വേണ്ടി തലകീഴായി മരിച്ച വിശുദ്ധ പീറ്ററിന്റെ അതേ മനോഭാവവും ധൈര്യവും നമ്മോടൊപ്പം ഓരോ നിമിഷവും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ബലഹീനതകൾ മുൾപടർപ്പിൽ കത്തിയെരിഞ്ഞതുപോലെ ചാമ്പലായി ഭവിക്കട്ടെ. ധീരനായ മോശയും തലകീഴായി മരിച്ച സെന്റ് പീറ്ററും ഏറ്റെടുത്ത ആ വലിയ ദൗത്യം നമുക്കും പ്രചോദനമാകട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ ഓരോരുത്തരും, ഓരോ ക്രൈസ്തവ മക്കളും യേശുവിനു വേണ്ടി ധീരസാക്ഷ്യം വഹിക്കുന്നവരായി മാറട്ടെ. ഈ നോമ്പ് കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന കൊച്ചു കൊച്ചു ബുദ്ധിമുട്ടുകളും വേദനകളും കഷ്ടപ്പാടുകളും യേശുവിനു വേണ്ടി കാഴ്ചവെച്ചുകൊണ്ട് നമുക്ക് ധീരസാക്ഷികളായി മാറാം. അതിനായി ദൈവം നമ്മെ ഈ നോമ്പ് കാലഘട്ടത്തിൽ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ആമീൻ.